ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനിൻ്റെ വർധനവ് ലഭിച്ച ആളുകളെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം തന്നെ പരിശുദ്ധ ഖുർആനിൽ ഖിയാമുൽ ലൈലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു വസിയ്യത്ത്, നിങ്ങൾ രാത്രി നമസ്കാരക്കാരാവണം. പൂർവികരായ സ്വാലിഹീങ്ങളൊക്കെ രാത്രി നമസ്കാരക്കാരായിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കുള്ള എല്ലാവരും രാത്രി നമസ്കാരക്കാരായിരുന്നു. അള്ളാഹുവിലേക്ക് വളരെയധികം സാമീപ്യം ലഭിക്കുന്ന നമസ്കാരമാണ് രാത്രിയുടെ നമസ്കാരം. അടിമയും അള്ളാഹുവും തമ്മിൽ വല്ലാത്ത ഒരടുപ്പമുണ്ടാകുന്നു. നിങ്ങൾ പകലിൽ ചെയ്ത തിന്മകളെയെല്ലാം അത് മായ്ച്ചു കളയുന്നതാണ്. തിന്മകളെയെല്ലാം മായ്ച്ചു കളയുന്ന പുണ്യപ്രവൃത്തിയാണ്. ഇനി വരാനിരിക്കുന്ന പകലിലോ വമൻഹാത്തുൻ ലിൽ ഇസ്മി, തുടർന്നുള്ള പകലുകളിൽ തിന്മയിൽ നിന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞുപോയ പാപങ്ങളെ കഴുകിക്കളയുന്നു, പിന്നീട് വരാനിരിക്കുന്ന തിന്മകളെ ബ്ലോക്ക് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് വലിയ സാമീപ്യമുണ്ടാക്കുന്നു, സ്വാലിഹീങ്ങളുടെ കൂടെ കൂടാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാത്രി നമസ്കാരം ഈമാനിൽ വലിയ വർധനവുണ്ടാക്കുന്നതാണ്. സൽ സ്വഭാവം, നല്ല പെരുമാറ്റം പലരും ശ്രദ്ധിക്കാതെ പോയൊരു വിഷയമാണ്. നമ്മുടെ ദീനും നമ്മുടെ ഈമാനും നമ്മുടെ പെരുമാറ്റവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. പക്ഷെ പലരും ശ്രദ്ധിക്കുന്നില്ല. വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, നിലപാടുകളിൽ, സമീപനങ്ങളിൽ, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, അയൽവാസികളോട്, കൂട്ടുകാരോട് എല്ലായിടത്തും സൽസ്വഭാവം വേണം. നിങ്ങളിൽ ഏറ്റവും ഈമാനിൽ സമ്പൂർണ്ണത നേടുന്നത് ആരാണ്? അഹ്സനുഹും ഖുലുഖ എന്നാണ്. ഏറ്റവും നല്ല സ്വഭാവം ഈമാനിൽ വർധനവാണ്. ഏറ്റവും മോശം സ്വഭാവം ഈമാനിൽ കുറവ് സംഭവിക്കലാണ്. നമ്മുടെ ഈമാനിൽ കുറവ് സംഭവിക്കുന്നതിൽ വളരെ വലിയ ഒരു വില്ലനായി വർത്തിക്കുന്നത് ദുസ്വഭാവങ്ങളാണ്. കളവ് പറയുക, ചതിക്കുക, വഞ്ചിക്കുക, അനാവശ്യമായ കാര്യങ്ങൾ പറയുക, വൃത്തികേടുകൾ പറയുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈമാനിനെ കുറയ്ക്കും. അതേപോലെ തന്നെ ഭാര്യയോടും മക്കളോടും നാട്ടുകാരോടും എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. മാതാപിതാക്കളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കുന്ന കാര്യങ്ങളാണ്.